വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് ലലീന. ഇന്ന് നമ്മളൊരു യാത്ര പോവാട്ടോ. എവിടാണ് പോകുന്നതെന്നൊക്കെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതെ, ടു ദ സിറ്റി ഓഫ് പേൾസ്, ഹൈദരാബാദ്. രാവിലെ 5 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 7:15 നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടുള്ള ചെക്കിൻ പ്രോസസ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അകത്തേക്ക് കയറാൻ. അങ്ങനെ പതിയെ ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറി ബാഗേജൊക്കെ കൊടുത്ത് ബോർഡിംഗ് പാസും എടുത്ത് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഗേറ്റ് നമ്പർ 5-ലാണ്. അവിടാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. ഇവിടെ പോയി ഇനി ഒരു 1 അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നാൽ പിന്നെ സമയം പോകുന്നതൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. പുറത്ത് ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കറക്റ്റ് 9 മണിയായപ്പോഴത്തേക്കും ബോർഡിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബോർഡിങ്ങിനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആയിരുന്നേ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഈ യാത്രയിൽ ഞങ്ങൾ 4 പേരാട്ടോ ഉള്ളത്. ഞാനും ഹസ്ബൻഡും അമ്മയും അനീതി. നമുക്ക് 4 പേർക്കും അടുത്തടുത്തുള്ള സീറ്റ് തരാമോ എന്ന് ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ അടുത്തടുത്തുള്ള 4 സീറ്റാട്ടോ നമുക്ക് തന്നത്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് 9:30 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് മയങ്ങിയേക്കാം എന്നൊക്കെ കരുതിയപ്പോഴത്തേക്കും അനൗൺസ്മെന്റ് വന്നു, ലാൻഡിങ് സ്റ്റാർട്ടായി എന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ കറക്റ്റ് 11 മണിക്ക് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡൊക്കെ ചെയ്ത് ഇനി നമ്മുടെ പരിപാടി ബാഗേജ് കളക്ട് ചെയ്യാന്നുള്ളതാട്ടോ. ബെൽറ്റ് നമ്പർ 12 നമ്മുടെ ബാഗേജ് ഒക്കെ വരുമെന്നാണ് ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എവിടെ നിന്നാണ് ബാഗേജ് കളക്ട് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ തപ്പി നടക്കുക കേട്ടോ. എയർപോർട്ട് കുറച്ചധികം വലുതാണ്. അതുകൊണ്ട് തന്നെ ബാഗേജ് ക്ലെയിമിൻ്റെ അടുത്തോട്ട് പോകാനൊക്കെ കുറച്ചധികം സമയം എടുത്തേ. അങ്ങനെ ഫൈനലി നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിലാണ്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിന് അടുത്ത് ഇനി ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും ഇല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചു എയർപോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. ഫുഡ് കോർട്ടൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഞങ്ങൾ ഇവിടുന്ന് KFCയും പിന്നെ മട്ടൻ്റെ ഒരു ഐറ്റം ആട്ടോ ഓർഡർ ചെയ്തിരുന്നത്. കണ്ടാൽ മട്ടൻ മന്തി പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് മന്തിയല്ല, ഏതോ ഒരു ഹൈദരാബാദി ഡിഷാണ്. ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഊബറിന് പിക്കപ്പിനും ഡ്രോപ്പ് ഓഫിനും ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയുണ്ട്. സോ നമ്മൾ ആപ്പിൽ ഊബർ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്തോളും. എയർപോർട്ടിൽ നിന്ന് പതിയെ പുറത്തോട്ട് ഇറങ്ങി എയർപോർട്ടിൻ്റെ ഏരിയയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ കേട്ടോ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ ഏതോ ഒരു വിദേശ രാജ്യത്തെത്തിയൊരു ഫീല് കിട്ടും. പക്ഷേ ഓൾഡ് സിറ്റിയിലോട്ട് എടുക്കുമ്പം ഇതൊന്നും അല്ല കേട്ടോ അന്തരീക്ഷം. അപ്പം ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ താമസിക്കാൻ പോകുന്നത് ഓൾഡ് സിറ്റിയിലാട്ടോ. അങ്ങോട്ടേക്കാണ് ഈ പോക്ക്. കണ്ണെത്താ ദൂരത്തോളം ബിൽഡിങ്സ് തന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾഡ് സിറ്റിയുടെ ഏരിയയിൽ എത്തിയിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം നല്ല പഴയ ബിൽഡിങ്സും അതുപോലെ തന്നെ ഏരിയ ഒക്കെ നല്ല അത്യാവശ്യം കൺജസ്റ്റഡും ആണ്. നമ്മൾ Airbnb ത്രൂ ബുക്ക് ചെയ്ത ഒരു അപ്പാർട്ട്മെൻ്റ് ആട്ടോ ഇത്. അപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് 3-4 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ ഏറ്റവും നല്ല ഓപ്ഷൻ. ഒരു 2 ബെഡ്റൂമും കിച്ചണും ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ഹോളും പിന്നെ TVയും കിച്ചണിലാണെങ്കിലും ഫ്രിഡ്ജും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളൊരു പാലസ് വിസിറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. പാലസ് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്തത്. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരത്താട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പാലസിലോട്ട് നടക്കാൻ. പതിയെ നടന്നു പോകാമെന്ന് തന്നെയാട്ടോ നമ്മൾ തീരുമാനിച്ചത്. കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോകാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ പാലസിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടൗൺ മഹല്ല പാലസിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലസ് ആട്ടോ ഇത്. ഹൈദരാബാദിലുള്ള നിസാമുമാരുടെ കൊട്ടാരമായിരുന്നു കേട്ടോ ഈ ചൗമഹല്ല പാലസ്. അസഫ് ജാഹി എന്ന് പറയുന്ന ഒരു രാജവംശത്തിൻ്റെ ആസ്ഥാനം, അതുപോലെ തന്നെ ഹൈദരാബാദ് നിസാമുമാരുടെ ഔദ്യോഗിക വസതിയൊക്കെ ആയിരുന്നു ഒരു കാലത്തിത്. നിസാം സലാബത്ത് ജംഗ് എന്ന് പറഞ്ഞ ആളാട്ടോ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. അങ്ങനെ നമുക്ക് കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ ഇനി കാണാം. നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഇവിടുത്തെ ദർബാർ ഹാളൊക്കെയുള്ള ഏരിയയിലോട്ടാട്ടോ.
ഇതിനുള്ളിൽ കയറുമ്പം തന്നെ ഒരു റൂമിൽ ഫുൾ ഇവിടുത്തെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ വെച്ച ഒരു റൂമാട്ടോ അത്. ഇനി നമ്മൾ കാണുന്ന ഇവിടുത്തെ ദർബാർ ഹാളാട്ടോ. ഇവിടുത്തെ നിസാമുകൾ അവരുടെ ദർബാറും മറ്റു മതപരമായ ചടങ്ങുകളും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടുത്തെ പഴയ ഒരു രാജകീയ പ്രൗഢി പുനഃസൃഷ്ടിക്കുന്നതിനായിട്ട് പിന്നീട് പുനഃസ്ഥാപിച്ചതാണ് ഈ വലിയ ലൈറ്റുകൾ, വലിയ അലങ്കാര ലൈറ്റുകളൊക്കെ പിന്നീട് സ്ഥാപിച്ചതാണ്. 19ഓളം ബെൽജിയം ക്രിസ്റ്റലിൽ തീർത്ത ലൈറ്റുകളാട്ടോ ആ കണ്ടത്. ഇവിടെ ബേസിക്കലി ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാട്ടോ പ്രവർത്തിക്കുന്നത്. പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സും മറ്റ് അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. എല്ലാ ഏരിയാസും അവരിങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഇതിനുള്ളിലേക്ക് എല്ലായിടത്തും ഒന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ വസ്തുക്കളാട്ടോ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും പിന്നെ അവർ പണ്ട് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒക്കെ ആട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലുള്ള ആയുധങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒറിജിനലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ടൗമഹല്ല പാലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ 4 കൊട്ടാരങ്ങൾ എന്നാട്ടോ. ഇതിന് ചുറ്റുമായിട്ടും 4 കൊട്ടാരങ്ങളാണുള്ളത്. അതിൻ്റെ പേരൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അഫ്തൽ മഹൽ, മഹ്താബ് മഹൽ, തന്യത് മഹൽ, അഫ്താബ് മഹൽ, അങ്ങനെയാട്ടോ ഈ 4 കൊട്ടാരങ്ങളുടെ പേര്. ഇവിടെ ഇവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോൾസ് റോയ്സ് മുതലുള്ള കാറുകളുടെയൊക്കെ ഒരു വിൻറ്റേജ് കാർ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഉണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചൗമഹല്ല വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സംഭവമാട്ടോ ഈ വിൻറ്റേജ് കാർ കളക്ഷൻ. ഇതിവിടുത്തെ ക്ലോക്ക് ടവർ ആട്ടോ. 250 ഇയേഴ്സ് ആയിട്ട് ഈ ക്ലോക്ക് ടവർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഹൈദരാബാദ് വരുമ്പം മറ്റ് പ്ലേസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് മിസ് ചെയ്യാൻ പാടില്ലാത്ത കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ. അങ്ങനെ ചൗമഹല്ലൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മളൊരു ഓട്ടോ എടുത്തിട്ടാട്ടോ ചാർമിനാറിലേക്ക് പോകുന്നത്. പക്ഷേ ചൗമഹല്ല വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടന്നു പോയി ചാർമിനാർ വിസിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഈ ഏരിയ നല്ല കൺജസ്റ്റഡ് ആണ്, നല്ല ട്രാഫിക് ഉണ്ട്. സോ നടന്നു പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് സ്ഥലത്തെത്തുക. ഓട്ടോയിലുമൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിവിടെ ചാർമിനാറിൻ്റെ ഏരിയയിൽ വന്ന് ഒരു പേൾ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഹൈദരാബാദ് അറിയപ്പെടുന്നത് സിറ്റി ഓഫ് പേൾസ് എന്നാണല്ലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള പേൾസിൻ്റെ മാലകളുടെ ഒക്കെ കളക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ആണ് എല്ലാത്തിനും. ഈ ഒരു ചെറിയ മാലയ്ക്കൊക്കെ 13,000 15,000 ഒക്കെയാണ് അവർ റേറ്റ് പറഞ്ഞത്. അങ്ങനെ പേൾ ഷോപ്പിലൊക്കെ ഞാൻ പുറത്തോട്ട് പോയി ബാക്കി ഡിസ്റ്റൻസ് നമ്മൾ നടന്നു പോവാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചാർമിനാറിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തിനാണ് ചാർമിനാർ ഉണ്ടാക്കിയതെന്ന് എനിക്കിപ്പോഴാട്ടോ മനസ്സിലായത്. ഹൈദരാബാദിൽ നിന്നും പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1591 ചാർമിനാർ നിർമ്മിച്ചത്. ഇവിടുന്ന് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം, ഒരുപാട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ തിരക്കൊക്കെ കണ്ടപ്പോൾ നമുക്കവിടെ നിൽക്കാനല്ലോ കേട്ടോ, എത്രയും വേഗം ഓടിപ്പോകാനാണ് തോന്നിയത്. അതിന് ചുറ്റും മാർക്കറ്റാണ്. ഇനി ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് പ്ലേസ് ആട്ടോ ചാർമിനാറിൻ്റെ ഏരിയ. പക്ഷേ ആ ഒരു തിരക്കൊക്കെ സഹിക്കാൻ റെഡി ആണെങ്കിൽ അടിപൊളിയായിട്ട് റേറ്റ് കുറച്ച് ഒരുപാട് സാധനങ്ങളും ഫുഡും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി നമ്മൾ പോകുന്നത് സ്നോ വേൾഡിലോട്ടാട്ടോ. ഒരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ സ്നോ വേൾഡിലോട്ട് പോകുന്നത്. ഇവർ കുറേ ഊടുവഴിയും കുറുക്ക് വഴിയൊക്കെ കയറ്റിയാണ് നമ്മളെ കൊണ്ടുപോയത്. മെയിൻ റോഡിലൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു ഈ ഒരു സമയത്ത്. ഈ ഒരു ഏരിയയിലൊക്കെ ചൂരൽ വെച്ചിട്ട് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ സ്നോ വേൾഡ് എത്തി. ഞങ്ങൾക്ക് ഹൈദരാബാദ് വന്നിട്ട് പറ്റിയതിൽ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു ഈ സ്നോ വേൾഡിൽ പോകാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് കയറി കഴിഞ്ഞപ്പോഴായിരുന്നു മനസ്സിലായത്. എൻ്റെ ഒരു നിർബന്ധത്തിലാട്ടോ സ്നോ വേൾഡിൽ വന്നത്. ബാക്കി ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാനാണ് എന്തായാലും സ്നോ വേൾഡിൽ പോകണം, മഞ്ഞൊക്കെ കാണാമല്ലോ എന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. കുഞ്ഞു പിള്ളേർക്കൊക്കെ മേ ബി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്കവിടെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരാൾക്ക് 650 രൂപ പ്ലസ് ഫോണിന് വേണ്ടി ഒരു 50 കൂടെ, അങ്ങനെ 700 രൂപയായിരുന്നു കേട്ടോ ഒരാളുടെ ടിക്കറ്റിന്. അതും വെറും 1 മണിക്കൂറിന്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇനി ഒരുപാട് നേരം മഞ്ഞത്ത് നിന്ന് പനിയും കൂടെ പിടിപ്പിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് എത്രയും വേഗം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഹുസൈൻ സാഗർ ലേക്കിൻ്റെ ഏരിയയിലോട്ടാണ്. ഇതിവിടുത്തെ സെക്രട്ടേറിയറ്റ് ആട്ടോ. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അംബേദ്കർ സ്റ്റാച്യു, ബിർള മന്ദിർ, അതുപോലെ തന്നെ ലുംബിനി പാർക്ക്, ഹുസൈൻ സാഗർ ലേക്ക്, അതിന് നടുക്കുള്ള ബുദ്ധ സ്റ്റാച്യു, അങ്ങനെ എല്ലാം ഈ ഒരു ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വരുവാണെങ്കിൽ നൈറ്റ് വരുന്നത് നല്ലതാണ്. കാരണം
എനിക്ക് തോന്നുന്നു ഒരു 9:00 9:30 വരെയെങ്കിലും ഇവിടുത്തെ ആ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് ഹുസൈൻ സാഗർ ലേക്ക്. വേണമെങ്കിൽ നമുക്ക് ബോട്ട് എടുത്ത് ഇതിന്റെ നടുക്കുള്ള ബുദ്ധ സ്റ്റാച്യു വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പാർക്കിൽ ഇങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ. നമ്മൾ ഇവിടുന്ന് തന്നെ ബവ്രാച്ചി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാട്ടോ. അങ്ങനെ ഫുഡ് വരാൻ വേണ്ടി ലേറ്റ് ആയപ്പോഴത്തേക്കും വിശന്നിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് പാവ് ബജിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങളിപ്പോൾ കാണുന്നത് ബിർള മന്ദിർ. ഇതൊരു 9:30 വരെ ഓപ്പൺ ആണെന്നാണ് കേട്ടത്. ഇത് ഇവിടുത്തെ മാർട്ടിയേഴ്സ് മെമ്മോറിയലാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇൻഡിവിജ്വലായിട്ട് വിസിറ്റ് ചെയ്യാനൊന്നും പോയില്ല. കാരണം അങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങി നമ്മൾ പയ്യെ ഒരു ഓട്ടോ എടുത്ത് തിരിച്ചു പോവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.